ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BM800 എന്ന് പറയുന്ന ഒരു കണ്ടൻസർ മൈക്രോഫോൺ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ടോ. ടാറ്റാ. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഈ മൈക്ക് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ബോക്സ് തുറക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു യൂസർ മാനുവലാണ്. അതിനകത്ത് ലാപ്പുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, നമ്മുടെ ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു പോപ്പ് ഫിൽറ്റർ, പിന്നെ നമ്മളുടെ കേബിള്, പിന്നെ ഒരു ഷോക്ക് മൗണ്ട്, പിന്നെ നമ്മളുടെ മൈക്കുമാണ് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും നമ്മളുടെ ബോക്സിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് മൈക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ഒരു BM800 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കാണിക്കുന്നുണ്ട്. ഞാനെടുത്തൊരു ബ്ലൂ സിൽവർ കോമ്പിനേഷനാണ്. ആ ഒരു ക്രോം ഫിനിഷൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു മെറ്റൽ ബോഡിയാണ് വരുന്നത്, അതുകൊണ്ട് നല്ല ക്വാളിറ്റിയും കാണും. പിന്നെ എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കളറാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ മൈക്കിൻ്റെ താഴെയായിട്ടൊരു സിൽവർ ഫിനിഷിൽ നമ്മളുടെ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർഷനൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പ് ഫിൽറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കേബിള്. അപ്പോൾ അതിൻ്റെ ഒരറ്റം നമ്മുടെ മൈക്കിൽ, ഒരറ്റം ലാപ്പിലും കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോക്ക് മൗണ്ടിനെ കുറിച്ച് പറയാം. ഷോക്ക് മൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മെയ്ഡ് ഷോക്ക് മൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് ക്വാളിറ്റി തീരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിൽറ്ററും ഷോക്ക് മൗണ്ടും ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ മൈക്ക് ഇരിക്കുക. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പോപ്പ് ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന എയറിനെ അത് റെഡ്യൂസ് ചെയ്തിട്ട് സൗണ്ടിനെ മാത്രം അത് ക്യാച്ച് ചെയ്യും. അതിനാണ് നമ്മൾ ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെല്ലൈക്കനോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ടാറ്റാ.